ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് കറിയുടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബീഫ് കറി ഉപ്പയാണ് ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറ് ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ മുളകും പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 ടീസ്പൂൺ മുളകും പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായപ്പോൾ അതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനിൽ തന്നെ മുളകും പൊടി ചൂടാക്കി വെച്ച പാനിൽ തന്നെ നമുക്കിനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി എടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 12 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പം മസാല നന്നായി ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ബീഫ് വേവിച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് നമ്മൾ ആദ്യമേ വേവിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞളും ഉപ്പും കുരുമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് ബീഫ് ആദ്യം നമ്മൾ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഇതിലോട്ട് കറിയിലോട്ട് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പത്തെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഏതാണ്ട് റെഡി. നമുക്ക് നെയ്ച്ചോറിലോട്ട് കിടക്കാം. അപ്പോൾ ഉമ്മയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിക്ക് നമുക്ക് ആദ്യം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 ടീസ്പൂൺ നെയ്യാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന വെള്ളം എന്ന രീതിക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരി കഴുകി മാറ്റി വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരണുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ബിരിയാണിക്കായി ഇട്ട് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പാണ് ഉമ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഈ സമയത്തൊന്ന് നോക്കി നോക്കണം. ഉമ്മ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റിഞ്ഞ് നെയ്ച്ചോറൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മുകളിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബീഫ് കറി നെയ്ച്ചോറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.